എല്ലാവർക്കും നമസ്കാരം. NRG ക്രിയേറ്റ്സിൻ്റെ ദ ബിസിനസ് ടിപ്സിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എങ്ങനെയാണ് ഒരു ബിസിനസ്സിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വരുമാനം കണ്ടെത്തേണ്ടത്? ഈ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുന്നോടിയായി ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള 2 വീഡിയോസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ബിസിനസ്സിൽ നിന്നും പ്രോഫിറ്റ് എടുക്കണം, അതും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രോഫിറ്റ് എടുക്കണം അല്ലേ? വെറും 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ കൈവശം കിട്ടിയാൽ മതി. അതിലൊന്നാമത്തെ ചോദ്യം, എന്ത് പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്? രണ്ടാമത്തേത്, ആരാണ് ആ പ്രൊഡക്റ്റിൻ്റെ ആവശ്യക്കാർ, അല്ലെങ്കിൽ ആർക്കാണ് ആ പ്രൊഡക്റ്റ് ഞാൻ വിൽക്കേണ്ടത്? മൂന്നാമത്തേത്, അതെങ്ങനെയാണ് ഞാൻ ആവശ്യക്കാർക്ക് വിൽക്കേണ്ടത്? നാലാമത്തേത്, എപ്പോഴാണ് ആ വ്യക്തിക്ക് ഞാൻ പ്രൊഡക്റ്റ് കൊടുക്കേണ്ടത്? ഈ 4 കാര്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ കൈവശമുണ്ടോ? നിങ്ങൾ ബിസിനസ്സിൽ വിജയിച്ചു, നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള പ്രോഫിറ്റും നിങ്ങൾക്ക് എടുക്കാം. ഇതിൽ ആദ്യത്തെ ചോദ്യം, എന്ത് പ്രൊഡക്റ്റ്? അത് വ്യക്തമായി നമുക്കറിയാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് പല പല പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാൻ അറിയാം. ഏത് പ്രൊഡക്റ്റാണ് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ പ്രൊഡക്റ്റ് തീരുമാനിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്, മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ള ഉറപ്പുവരുത്തണം. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും ചില പ്രൊഡക്റ്റുകൾക്ക് ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കാം, ചില പ്രൊഡക്റ്റുകൾക്ക് പ്രത്യേകിച്ച് കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നമ്മളുടെ പ്രൊഡക്റ്റിനെ വെച്ച് പറയാം. പേപ്പർ ബാഗ് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളൊരു പ്രൊഡക്റ്റാണ്. ജാം നല്ല കോമ്പറ്റീഷൻ ഉള്ളൊരു പ്രൊഡക്റ്റാണ്. കേക്ക് നല്ല കോമ്പറ്റീഷൻ ഉള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമ്പറ്റീഷൻ ഉണ്ടോ? ഉറപ്പായിട്ടും അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീനെ എങ്ങനെ നമ്മളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയാൽ മതി. ആ ഒരു ഏരിയ നമ്മൾ വിജയിച്ചു. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളായിട്ട് തന്നെ പുതിയൊരു മാർക്കറ്റ് വെട്ടിപ്പിടിക്കണം. അങ്ങനെ വരുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആളുകൾക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജി അത് വേറൊരു രീതിയിലാണ്. പുതിയൊരു പ്രൊഡക്റ്റിനെ എങ്ങനെ ജനങ്ങൾ സ്വീകരിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് കൺവെർട്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ അവതരിപ്പിക്കാൻ. അത് ചിലപ്പോൾ കഴിക്കുന്ന പ്രൊഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ സ്വഭാവ സവിശേഷത മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളതിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ 2 കാര്യം നമ്മൾ നോക്കിയാൽ മതി. പ്രൊഡക്റ്റിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി, കോമ്പറ്റീഷൻ ഉണ്ടോ ഇല്ലയോ, ഈ 2 കാര്യം നമ്മളൊന്ന് ഉറപ്പുവരുത്തുക. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാൻ അറിയാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് 100% വിജയിച്ചിരിക്കും. ഇല്ല എങ്കിൽ നമ്മളത് കണ്ടെത്തണം. അതിനെന്താ മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിൾ സ്റ്റെപ്പുകളാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കിക്കാണുക. ഇപ്പോൾ പേപ്പർ ബാഗ് ആണെങ്കിലും ആ പേപ്പർ ബാഗിൻ്റെ ഉപഭോക്താക്കൾ ആരാണ്? ഇപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ഉണ്ടാവാം, മൊബൈൽ ഷോപ്പുകൾ ഉണ്ടാവും. അതല്ലെങ്കിൽ ആരൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മളുടെ ഒരു ബിസിനസ് പ്ലാൻ വർക്കൗട്ട് ചെയ്യാനായിട്ട്. ആ പ്ലാനിലേക്ക് പോകുന്ന ആദ്യ ഘട്ടം എന്ന് പറയുന്നത്, എങ്ങനെയാണ് നമ്മൾ ഈ വ്യക്തിക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കേണ്ടത്. പേപ്പർ ബാഗിൻ്റെ ആണെങ്കിലും ജാമിൻ്റെ ആണെങ്കിലും കേക്കിൻ്റെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സെയിലും കാര്യങ്ങളും നമുക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റുകൾ തന്നെ എക്സാമ്പിളായിട്ട് എടുത്ത് പറയുന്നത്. കാരണം നമ്മൾ സക്സസ് ആയി വന്ന ആ ഒരു വഴിയാണ് നമ്മൾ നിങ്ങളോടും ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പേപ്പർ ബാഗിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഭയങ്കര കോമ്പറ്റീഷനാണ്. ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ആവശ്യക്കാരാരാ എന്നുള്ളത് നമ്മൾ ഫിൽട്ടർ ചെയ്തു. അവൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതനുസരിച്ചുള്ള ഒരു സൊല്യൂഷൻ ആ വ്യക്തിക്ക് നമ്മൾ കൊടുത്തപ്പോഴാണ് നമുക്ക് ഇത്രത്തോളം വർക്ക് ഓർഡറുകൾ നമ്മുടെ കൈവശം വരാനുള്ളൊരു കാരണം. ജാമിൻ്റെ സെഗ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും ഏതോ ഒരു വ്യക്തി ഓർഗാനിക് എന്നുള്ളൊരു വാക്ക് കൊണ്ടുവന്ന് ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ പ്ലേസ് ചെയ്തു. ആ ഓർഗാനിക് എന്നുള്ളൊരു വാക്കും അതേപോലെ തന്നെ ഹോം മെയ്ഡ് എന്നുള്ളൊരു വാക്കും കൂടി ക്ലബ്ബ് ചെയ്തുകൊണ്ട് നമ്മൾ മാർക്കറ്റ് ചെയ്തപ്പോൾ നമുക്കും വർക്ക് ഓർഡറുകൾ വന്നു തുടങ്ങി.
അപ്പോൾ അങ്ങനെ ഓരോരോ പ്രൊഡക്റ്റുകളും മാർക്കറ്റിലേക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിൻ്റെ ആവശ്യക്കാർക്ക് വേണ്ടത് എന്താണോ അത് മനസ്സിലാക്കി നമ്മൾ ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഉറപ്പായിട്ടും അവർ മേടിച്ചിരിക്കും. അതാണ് എങ്ങനെ ആ കസ്റ്റമർക്ക് വിൽക്കണം എന്നുള്ളതിനുള്ള ഒരു വ്യക്തമായൊരു ഉത്തരം. എപ്പോൾ വിൽക്കണം? ഈ എപ്പോൾ വിൽക്കണം എന്നുള്ളത് നമുക്ക് ഒറ്റ വാക്കിൽ പറയുവാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് ആവശ്യമുള്ളപ്പോൾ വിൽക്കണം. ഇപ്പോൾ പേപ്പർ ബാഗ് ആണെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ സ്റ്റോക്ക് തീരുന്ന ടൈമിൽ പ്ലേസ് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോൾ ഓൺലൈനിൽ ജാമിന് വരുന്ന ഓർഡർ ആണെങ്കിൽ ചിലപ്പോൾ കസ്റ്റമർ സിംഗിളായിട്ട് ഓർഡർ ചെയ്യും. ആ വ്യക്തിക്ക് ആവശ്യമുള്ളപ്പോൾ വിൽക്കണം. അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടുന്ന സമയത്താണ് ആ പ്രൊഡക്റ്റിന് കൂടുതൽ ആവശ്യക്കാർ വരുന്നത്. ആ സമയത്താണ് നമ്മൾ വിൽക്കേണ്ടത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു കൃത്യമായ പ്ലാൻ നമുക്ക് ഈ 2 കാര്യങ്ങൾ ക്ലബ് ചെയ്തുകൊണ്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതനുസരിച്ച് ഉള്ള ഉത്തരങ്ങൾ അടുത്ത വീഡിയോസായിട്ട് നമ്മൾ ഇറക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന അടുത്ത ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ബിസിനസ്സിൽ കൂടുതൽ പ്രോഫിറ്റ് എടുക്കേണ്ടതെന്നുള്ളതും നിങ്ങൾ കൃത്യമായൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാനുള്ള ഒരു പ്ലാൻ, ആക്ഷൻ പ്ലാൻ എടുക്കുന്ന ഓരോ വ്യക്തികൾക്കും നമ്മളുടെ ഇവിടെ നിന്നും സൗജന്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ടിപ്സുകൾ നമ്മൾ നൽകുന്നതാണ്. അതനുസരിച്ചുള്ള ഓരോ കാര്യങ്ങളും മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.